മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മത്തി ബിൽ യഖീനി വസ്സുഹദ്. യഖീൻ, ഉറപ്പ് വേണം, ശക്തമായി ഉറപ്പ് വേണം. അതാണ് ആയത്തുല്ല ഖംനാഇ എന്ന് പറയുന്ന ഇറാന്റെ രാജാവ്, അവിടുത്തെ പരമോന്നത നേതാവ് പറയുന്നത്. അടിപതറുകയില്ല, തകരുകയില്ല. അമേരിക്കന്റെയും ഇസ്രായേലിന്റെയും മുന്നിൽ ഞങ്ങൾ തകരുകയില്ല, തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈമാനും യഖീനും സുഹുദും വയഹ്ലികു ആഖിറുഹാ. എന്നാൽ അവസാനത്തെ ചില ആളുകൾ പരാജയപ്പെട്ടു പോവാൻ കാരണം എന്തെന്നറിയോ? ബിൽ ബുഖ്ലി വല്ലമൽ, അവർക്ക് അറുപ്പിശുക്കന്മാരാണ്, ദുനിയാവിനോടുള്ള മോഹമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാ ഖാഫു അലാ ഉമ്മത്തി ഇല്ലാ ളഅഫൽ യഖീൻ. എന്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെട്ടു പോകുന്ന ഒരു കാര്യം, ഒരാൾക്കും കൽബിന് ഒരു ഉറപ്പുണ്ടാവില്ല, ചങ്കൂറ്റമുണ്ടാവില്ല, ഈമാന്റെ ബലമുണ്ടാവില്ല, അള്ളയാണ് എന്റെ കാര്യം നോക്കുന്നത് എന്നൊരു വിശ്വാസം ഉണ്ടാവില്ല. എല്ലാവരുടെ ഉള്ളിലും ഭയമാണ്, എല്ലാവരുടെ ഉള്ളിലും ഭയമാണ്. എനിക്കിത് വന്ന ഇവിടെ ഇസ്രായേലിന്റെ ബോംബ് ഇന്ത്യയിൽ എങ്ങാനും കേരളത്തിൽ മുടിക്കല് വന്ന് വീണ എന്ത് ചെയ്യണം റബ്ബേ എന്നാണ് ചിന്തിക്കുന്നത്. ഭയം എന്ന് പറയുന്ന കാര്യം എന്നെയും നിങ്ങളെ മൂടാനുള്ള കാരണം അള്ളാഹു എന്നുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ എന്നേ പിന്നിട്ട് പോയി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ചർച്ചയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അതിശക്തമായ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച, ഒരാഴ്ച പിന്നിടുകയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ ഇറാൻ എന്ന രാജ്യത്ത് പ്രകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ തുടങ്ങി വെച്ച ഈ യുദ്ധം ഇന്നൊരാഴ്ച നീണ്ടു നിൽക്കുമ്പോൾ അതിശക്തമായി ഇറാനും തിരിച്ചടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അതിന്റെ മുന്നിൽ ഫലസ്തീൻ എന്ന പാവപ്പെട്ട ഒരു ജനതയെ കൊടും ക്രൂരമായി 1.5 കൊല്ലത്തോളം ഇന്നലെ വരെയും ഭക്ഷണം കാത്തു നിന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ ബോംബിട്ട് 54ഓളം കുഞ്ഞുങ്ങളും മുതിർന്നവരും പെണ്ണുങ്ങളുമായ ആളുകൾ ഫലസ്തീനിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ മുസ്ലിം സമൂഹമായ ഞാനും നിങ്ങളും വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലും വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിനെപ്പറ്റി നടക്കുന്ന ചർച്ചകളും പൊതുജനങ്ങളുടെ കമന്റുകളും വളരെ വേദനാജനകമാണ്. ഒരു വിഭാഗം ആളുകൾ ഇസ്രായേൽ ജയിക്കട്ടെ എന്നും മറ്റു വിഭാഗം ഇറാൻ ജയിക്കട്ടെ, ഇവർക്ക് ഇങ്ങനെ തന്നെ വേണമെന്നും ഒക്കെ പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ എന്നോടും നിങ്ങളോടും അള്ളാഹു പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല വിശുദ്ധ ഇസ്ലാം. ഇറാൻ ഇസ്രായേലിനെ അടിച്ച് തകർക്കട്ടെ എന്ന് പറയാൻ തക്ക വിധം ഇസ്ലാം നമുക്ക് ഒരു പ്രചോദനവും നൽകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഏത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാലും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കുറേ പാവങ്ങൾ മരിച്ചു വീഴും, കുറേ പാവങ്ങൾ ഇവിടെ നിന്ന് നശിച്ചു പോകും. ആ രാജ്യത്തിന്റെ സന്തുലനാവസ്ഥ തകരും, അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാകും. ഏതേത് രാജ്യങ്ങൾ യുദ്ധം ചെയ്താലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യത്തോട് പാകിസ്ഥാൻ എന്ന രാജ്യം യുദ്ധത്തിന് വന്നപ്പോഴും ഇന്ത്യക്കാരായ നാം ഒറ്റക്കെട്ടായി നിൽക്കുന്നത്, ഇവിടെ മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദുവും വേർതിരിവില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള കാരണം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്ത് മനസമാധാനത്തോടു കൂടി നമുക്കൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ യുദ്ധത്തെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട അതിഗൗരവമായ ചില പാഠങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ വരച്ച് കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാഠം പഠിക്കേണ്ടത് ഫലസ്തീൻ എന്ന മണ്ണിൽ നിന്ന് തന്നെയാണ്. ഫലസ്തീൻ എന്ന മണ്ണിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോ 1.5 കൊല്ലമായിട്ട് 1,00,000-ലേറെ പേരെ കൊന്നൊടുക്കിയ നരാധമന്മാരും ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികൾ അരങ്ങു വാഴുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണെന്ന് പറയാതിരിക്കാൻ ഒരിക്കലും നമുക്ക് നിർവാഹമില്ല. അത്രയേറെ പ്രാർത്ഥനകൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, അവിടെ ശിരസറ്റ കബന്ധങ്ങൾ, അവരുടെ പിഞ്ചിളം കൈകൾ അള്ളാഹുവിന്റെ മുന്നിൽ പലപ്പോഴും ഉയർത്തിയിട്ട് അവർ പല പരാതികൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ
തറയിലിട്ട് ബൂട്ടിട്ട് ചവിട്ടിയിട്ട് തോക്ക് വായ്യകത്ത് കയറ്റിയിട്ട് വെടിയുതിർത്ത് തല ചിതറിപ്പിച്ച് കളയുമ്പോഴും ആ കുഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ എന്റെ ഉപ്പയെ കൊന്നോ, നിങ്ങൾ എന്റെ ഉമ്മയെ കൊന്നോ, എന്റെ റബ്ബിനോട് ഞാൻ പരാതി പറയും കേട്ടോ, എന്റെ പടച്ചവനോട് ഞാൻ പരാതി പറയും, എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടോ. പാപ്പാനോട് പരാതി പറയുന്നത് പോലെ, ഉമ്മയോട് പരാതി പറയുന്നത് പോലെ ആ കുഞ്ഞിളം പൈതലുകൾ കരം നീട്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തിയ ആ ദുആകളൊന്നും ഒരിക്കലും അല്ലാഹു തള്ളുകയില്ല. തല്ലവീവിന്റെ മണ്ണിൽ ബോംബ് വീണപ്പോ അവിടുത്തെ ആശുപത്രി തകർക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിട്ടല്ലെങ്കിൽ പോലും അവരുടെ ആശുപത്രിയുടെ മേലിൽ റോക്കറ്റ് വന്ന് മിസൈൽ വന്ന് പതിച്ചപ്പോ പോലും ഇസ്രായേലിന്റെ ഭരണാധികാരികൾ പറഞ്ഞ മനുഷ്യത്വമില്ലായ്മ എന്നാണ്. എത്ര വിരോധാഭാസം എന്ന് നോക്ക്. എത്ര ആശുപത്രികൾ തകർത്തു, എത്ര കുഞ്ഞുങ്ങളെ കൊന്നു. ഇപ്പോഴാണ് അവർക്ക് മനുഷ്യത്വം മനസ്സിലായത് പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, പരാതി പറയാൻ റബ്ബുള്ളപ്പോ, അള്ളാഹു ഉള്ളപ്പോ നാം ഒരിക്കൽ പോലും ഒന്നിന്റെ മുമ്പിലും അടിപതറാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിൽ ഉറച്ചുള്ള വിശ്വാസം നമുക്ക് വേണമെന്നാണ്. الذين قال لهم الناس ان الناس قد جمعوا لكم. ചില ആളുകൾ പറയും അവരെല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയും കേട്ടോ, അവരെല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയും. ഇന്ന الناس قد جمعوا لكم. അങ്ങനെ പറയുമ്പോ മുഅ്മിനീങ്ങളായ ആളുകൾ എങ്ങനെയാണെന്നറിയുമോ? ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. അവരെ ഈമാൻ ഇങ്ങനെ കുതിച്ചുയരുന്നതാണ്. ഫസാദഹും ഈമാനാ. അവരെ ഈമാൻ ഇങ്ങനെ കത്തിജ്വലിക്കുന്നതാണ്. എന്നിട്ട് അവരൊരു വാക്ക് പറയും, വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എനിക്കെന്റെ അല്ലാഹു മതി. തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ഉമ്മയായ പാവപ്പെട്ട ഫലസ്തീനിയായ മാതാവ് വിശുദ്ധമായ ഖുർആൻ അവരിങ്ങനെ ഓതുമ്പോ ശിരസറ്റ തല പോയ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് കരയുന്ന മാതാവിന്റെ കൈയുടെ വിരൽത്തുമ്പിൽ തസ്ബീഹിന്റെ മാല ഇങ്ങനെ കൈപിടിച്ചവരിങ്ങനെ ഉതിർക്കുമ്പോ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും, ഏത് പ്രതിബന്ധം വന്നാലും അവർക്കൊരു വാക്ക് പറയാനുണ്ട്: ഹസ്ബുനല്ലാഹ്, അല്ലാഹു നമുക്ക് മതി. എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മണ്ണിൽ നമ്മൾ കണ്ടല്ലോ, we are sorry, stop Iran, we are sorry. ക്ഷമിക്കണം ഇറാൻ, ഞങ്ങൾക്ക് മാപ്പ് തരണം. We are sorry, we have peace, we want peace. സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്, ഞങ്ങൾ കൊല്ലരുത് എന്ന്. അടിപതറിയില്ലല്ലോ ഫലസ്തീന്റെ ഒരു കുഞ്ഞുമക്കൾ പോലും. ഐസിയുവിന്റെ അകത്ത് കയറ്റിയിട്ട കുഞ്ഞിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, കയ്യറ്റ് പോയല്ല കുഞ്ഞേ, കാലറ്റ് പോയല്ല കുഞ്ഞേ, ഇപ്പോഴും നീ കരുണാവാനെന്ന് പറയുന്ന റബ്ബെന്ന് പറയും നിങ്ങളുടെ അള്ളാഹുവിനെ പ്രതീക്ഷ വെക്കുകയാണോ? 1.5 കൊല്ലമായിട്ടെല്ലാം തകർന്നു പോയില്ലേ? വീടില്ലല്ലോ, കുടുംബമില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്ന ആ വസ്തുവിനെ നിങ്ങൾ പരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് അതൊന്ന് വിട്ടുകൂടെ എന്ന് അമുസ്ലിമായൊരു ഡോക്ടർ ഗസയുടെ മണ്ണിന്റെ ഉള്ളിൽ പാവപ്പെട്ട കുഞ്ഞിനോട് ചോദിച്ചപ്പോ ആ കുഞ്ഞ് പറഞ്ഞത് എന്തെന്നറിയോ? കൈ പോയാലും കാല് പോയാലും കണ്ണു പോയാലും മരണപ്പെട്ടു പോയാലും എന്നെയും എന്റെ കൂടെയുള്ളവരെയും ഒന്ന് പുഞ്ചിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ഡോക്ടറെ, അല്ലാഹു ഞങ്ങൾക്ക് മതി എന്ന ആ വാക്ക് തന്നെയാണ്. എനിക്ക് നിങ്ങൾക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാണ്. ഖന്തക്കിന്റെ യുദ്ധത്തിൽ അഹ്സാബിന്റെ ആളുകളെ കണ്ടപ്പോ അവരെല്ലാവരും കൂടി മുഅ്മിനീങ്ങളോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, സഖ്യകക്ഷികൾ നിങ്ങളെ വളഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ അടിക്കും, നിങ്ങൾ അവരെ കൊല്ലും, നിങ്ങൾ അവരെ ഉപദ്രവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞത് എന്തെന്നറിയോ? ഖാലൂ ഹാദാ മാ വഅദനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് ഇത് വാഗ്ദാനം ചെയ്തതാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞതാണ്.
വറസൂലുഹു, അവന്റെ റസൂലും പറഞ്ഞതാണ്, വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. അവർക്ക് ഈമാൻ അധികരിച്ചിട്ടല്ലാതെ വേറെ ഒന്നുമില്ല. ഏത് പ്രതിസന്ധി വന്നാലും ഖൽബിൽ ഈമാൻ. അതുകൊണ്ട് കേരളത്തിലുള്ള മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് നമ്മൾ ഇറാന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അത് അവസാനിക്കുക തന്നെ വേണം. പശ്ചിമേഷ്യ തകർന്നാൽ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം മൂത്താൽ, അത് കൊടുമ്പിരി കൊണ്ടാൽ, പശ്ചിമേഷ്യ തകർന്നാൽ തകരുന്നത് ഇറാൻ മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല, തകരുന്ന ചുറ്റുമുള്ള സൗദി അറേബ്യ അടക്കം നമ്മൾ താമസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് വരെ അതിന്റെ ആഘാതമേക്കുമെന്നാണ്. ഒരു സംശയമില്ല അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നശിക്കാനുള്ള പ്രേരണയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പടച്ചവനിലേക്ക് അങ്ങ് ഭരമേൽപ്പിച്ച് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മാ, ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ ആളുകൾ വിജയിക്കാനുള്ള കാരണം ബിൽ യഖീനി വസ്സുഹദ്, ശക്തമായ ഉറപ്പുവർക്കുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയേ, വൈക്കോല് മേയുന്ന അല്ലെങ്കിൽ വയലിൽ പോയി കിടന്ന് പണിയെടുക്കുന്ന എന്റെയും നിങ്ങളുടെയൊക്കെ കാരണവന്മാര്, ആ വീട്ടിന്റെ ഉള്ളിൽ 10 മക്കളുണ്ടാവും, 9 പെണ്ണും 2 ആണും, ആകെ കിട്ടുന്ന തുച്ഛമായ വരുമാനം. പക്ഷെ ആ വാപ്പാക്ക് ഉറപ്പുണ്ട്, വൈക്കോലെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയും, വീടൊന്ന് വേണം, അടുത്ത വർഷം എന്റെ മോളെ ഒന്ന് കെട്ടിക്കണം, പൈസയോ അതെന്റെ അള്ളാഹു തരും. ഇന്ന് 2 പെൺകുട്ടികളുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ഇതൊക്കെ സംഭവിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാ പറഞ്ഞേ? ആ ഹദീസ് ഒന്ന് നിങ്ങൾ കേട്ടോ. സംഭവിക്കും എന്ന് എന്റെ റബ്ബും എന്റെ റസൂലും പറഞ്ഞിട്ടുണ്ടോ? അത് സംഭവിക്കുക തന്നെ ചെയ്യും. മഹാനായ റസൂലുള്ളാഹി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യസാലു, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം ഈ ഹദീസ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു കൂട്ടരായിക്കൊണ്ടേയിരിക്കും, ളാഹിരീന ലി അദുവ്വിഹിം ഖാഹിരീൻ, ശത്രുക്കൾ അവരെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ എപ്പോഴും ബോംബ് വീണുകൊണ്ടിരിക്കും. 1948 മുതൽ ആ ബോംബ് വീഴുന്നുണ്ട്. മിസൈലുകളുടെ മുന്നിലായിരിക്കും അവരുടെ ജീവിതം. ലാ യളുറുഹും മൻ ഖാലഫഹും ഇല്ലാ മാ അസാബഹും ലഅവാ ഹത്താ യഅതിയഹും അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ അവരങ്ങനെ പീഡിതരായി കൊല്ലപ്പെട്ടും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ മദീന പള്ളിക്കകത്തിരുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വ ഐനഹും, അവർ എവിടെയായിരിക്കും നബിയേ, അവരാരാണ് നബിയേ? ഹബീബായ തങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു, ബിബൈത്തുൽ മഖ്ദിസി, അത് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുമുള്ള പാവങ്ങളാണ്. വാക്നാഫി ബൈത്തുൽ മഖ്ദിസി, പരിശുദ്ധ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമുള്ള ഫലസ്തീന്റെ പാവപ്പെട്ട ജനങ്ങളാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ റസൂലുള്ളാഹി? എത്ര വ്യക്തമായിട്ട്! മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുമുള്ളവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ 1948 മുതൽ അവരിങ്ങനെ പീഡനം അനുഭവിച്ച് കൊല്ലപ്പെട്ടവിടുത്തെ ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ ഈ 1.5 കൊല്ലക്കാലമല്ലേ അത് ശക്തമായിട്ടുള്ളൂ. കൊല്ലങ്ങളായി കണ്ണുമൂടി കെട്ടിയിട്ട് പാവപ്പെട്ട ഫലസ്തീൻ യുവാക്കളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്, മാനഭംഗപ്പെടുത്തുന്നുണ്ട്, അരുങ്കൊല ചെയ്യുന്നുണ്ട്. അപ്പോഴും അവർക്കൊന്നേ പറയാനുള്ളൂ, ഹസ്ബുനല്ലാഹ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ വാക്കാണ്, വല്ലാഹി. ഇസ്രായേലിന്റെ ജൂത പട്ടാളത്തിന്റെ പരിശകളുടെ മുന്നിൽ വിലയിരുത്തിക്കൊണ്ട് 10 വയസ്സായ പൊന്നുമോള് പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി
വല്ലാഹി ലഅഖ്തുലക, അല്ലാഹുവാണ് നിങ്ങൾ തകരുക തന്നെ ചെയ്യും. ഈ ഫലസ്തീൻ മണ്ണ് വിജയിക്കാതിരിക്കില്ല, വിജയിക്കുക തന്നെ ചെയ്യും. ലഅസ്ജിദു മസ്ജിദുൽ അഖ്സാ റകഅതൈനി ലിശുക്രി, അല്ലാഹുവിന്റെ മസ്ജിദുൽ അഖ്സയുടെ മുന്നിൽ വന്ന് രണ്ട് റകഅത്ത് ശുക്രിന്റെ സുജൂദ് ചെയ്യാതെ, രണ്ട് റകഅത്ത് നിസ്കരിക്കാതെ ഈ ഫലസ്തീൻ മണ്ണ് തകരൂല്ല എന്നൊരു 10 വയസ്സായ പൊന്നുമോൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, കേരളത്തിന്റെ പെരുമ്പാവൂരിന്റെ മുടിക്കലുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തന്നപ്പോ ഏറ്റുവാങ്ങിയിട്ടു, ഇഷ്ടാംഗ ഭോജനം നടത്തിയിട്ട് ഏറ്റവും വലിയ സംവിധാനത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചിട്ടു, ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് അൽഹംദുലില്ലാ പോലും പറയാൻ കഴിയാതെ, അള്ളാന്റെ മുമ്പിൽ നിന്ന് ശുക്ർ ചെയ്യാതെ, കിട്ടുന്ന നിഅമത്തുകളെല്ലാം സ്വയം അനുഭവിച്ച് ആസ്വദിച്ച് റബ്ബിനെ മറക്കുന്ന ഈ സമുദായത്തിന്റെ എന്റെ പ്രിയപ്പെട്ടവരെ, ഫലസ്തീൻ എന്ന് പറയാ എനിക്ക് നിങ്ങൾക്കും യോഗ്യതയുണ്ടോ? റബ്ബ് എത്ര വലിയവനാ, അള്ളാഹു എത്ര വ്യക്തമായിട്ടാ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടി എന്നറിയോ? എന്റെയും നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാ. ചതിയന്മാരായ വഞ്ചകന്മാരായ ജൂതന്മാരെ പറ്റിയിട്ടു അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ലാ തഖൂമുസ്സാ, ഏതു വലിയ നെതന്യാഹു വന്നാലും, ഏതു വലിയ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്ന ഏറ്റവും വലിയ ഭരണാധികാരികൾ വന്നാലും അള്ളാന്റെ റസൂല് പറയുന്ന വാക്ക് പുലരാതിരിക്കൂലല്ലോ. ലാ തഖൂമുസ്സാ, എടോ ലോകം അവസാനിക്കൂല, ഖിയാമത്ത് നാളെ സംഭവിക്കൂല. ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, ഈ യഹൂദികളെ, ഈ നരഭോജികളെ കൊന്നുകളഞ്ഞിട്ടല്ലാതെ ഈ ലോകം അവസാനിക്കൂല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ ഹത്താ യഖ്തബി അൽ യഹൂദിയ്യു മിൻ വറാഇൽ ഹജരി വശജർ, കൊല്ലുന്ന മുസ്ലിമീങ്ങളെ ഭയന്നുകൊണ്ട് വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നാലെ പോലെ യുവത്വങ്ങൾ പോയി ഒളിക്കുമ്പോഴോ ഓരോ കല്ലുകളും വൃക്ഷങ്ങളും അവര് പോലും ഇടങ്ങേറാകും യുവറ്റകളെ കൊണ്ട്, ഈ ജൂതന്മാരെ കൊണ്ട്, ഈ യഹൂദികളെ കൊണ്ട്. അവര് പറയും, യാ മുസ്ലിം ഹാദാ യഹൂദി, എടോ ഇവിടെ ഒരു യഹൂദിയുണ്ട്, മുസ്ലിമായ മനുഷ്യ, വരൂ കൊന്നുകളയോ. കല്ലും മുള്ളും എല്ലാം പറയും. എന്നിട്ടോ എന്ന മരം അല്ലാതെ ഇന്ന് ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോയാൽ, ഫലസ്തീന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോയാൽ നിങ്ങൾ കാണാം ഗർഖദ് എന്ന മരം കാണും. ജൂതമരം എന്നാണ് അറിയപ്പെടുക. ആ മരം മാത്രം പറയൂല, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്റെ മരമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു കൊടുത്താൽ കാണാം ഈ ഗർഖദിന്റെ മരം. ഓർക്കത് മരം എന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ കള്ളിമുൾച്ചെടി പോലത്തെ ഒരു കുറ്റിക്കാട് പോലത്തെ ഇങ്ങനെ ഇരിക്കുന്ന അതിന്റെ ഇടയിൽ പോയി ഒളിക്കാൻ പറ്റിയ ഒരു മരമാണ് ഈ ഓർക്കത് മരം. അത് മാത്രം വിളിച്ചു സർവത്ര ആളുകൾക്ക് നാശമാണ്. അതല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഖാലിഫുൽ യഹൂദ്, എടോ യഹൂദികളോട് നിങ്ങൾ പിന്തുടരുത്. അവർ എന്ത് ചെയ്യുന്നോ അവർക്ക് നേരെ ഘടകവിരുദ്ധം നിങ്ങളാവാൻ. അവരുടെ ഉൽപ്പന്നങ്ങൾ എന്നും വിൽക്കുന്നില്ലേ, പെപ്സിയും കൊക്കോളയും ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളെ നമ്മുടെ നാട്ടിൽ അത് മേടിച്ചു കുടിക്കുന്നവരില്ലേ. നമ്മൾ എന്തടിസ്ഥാനത്തിലാ ഫലസ്തീനും ഇറാനും ഒക്കെ മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന എന്തടിസ്ഥാനത്തിലാ? ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? അവര് പെപ്സിയും അവരെ കൊക്കോളയും അവരെ ഉൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാലും സ്വന്തം കച്ചവട ലാഭത്തിന്റെ പേരിൽ എനിക്കൊന്നും പ്രശ്നമല്ല. അതാണ് ഞാൻ പറയുന്നത്, സ്വാർത്ഥ ചിന്തകൾക്ക് അതീതമാണ്. നമുക്ക് സ്വന്തം ലൈഫാണ് വലുത്. അവര് മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടരുത്, അവരുടെ സ്റ്റൈലാണ്. ഈ ബാക്കിൽ ഇങ്ങനെ മുടിവെട്ടികളെ ജൂതന്റെ സ്റ്റൈലാണ്. എരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കൽ ജൂതന്റെ സ്റ്റൈലാണ്. മീശ വളർത്തിയിട്ട് താടി വടിക്കൽ ജൂതന്റെ സ്റ്റൈലാണ്. അവർ ചതിയന്മാരാണ്. അള്ളാന്റെ റസൂലിനെ ചതിച്ചിട്ടുണ്ട്, ആയിഷാ ബീവിയെ ചതിച്ചിട്ടുണ്ട്, അമ്പിയാക്കന്മാരെ കൊന്നിട്ടുണ്ട്. സർവ്വ തെമ്മാടികളുടെ പരമ്പരയാണ്. അവർ കാത്തിരിക്കുന്നത് ആരെയെന്നറിയോ? വരാൻ പോകുന്ന ദജ്ജാൽ എന്ന് പറയുന്ന ജൂതന്റെ അവസാന വാക്കായ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരായ യഹൂദികൾ. 70ഓളം വരുന്ന ജൂതന്മാർ ദജ്ജാൽ വന്നാൽ ഉടൻ തന്നെ അവന്റെ പുറകെ കൂടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. ഇതെല്ലാം ഉൾക്കൊണ്ട് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഒരു 3ാം ലോക മഹായുദ്ധം ഇവിടെ വരാനുണ്ടെന്നും അതിന് ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകൾ അതിന്റെ അകത്തകപ്പെടുമെന്ന് ഉറച്ചൊരു തീരുമാനം നമുക്ക് വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? എടോ റബ്ബിലോട്ട് മടങ്ങടോ, അല്ലാഹുവിലേക്ക് മടങ്ങ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ.
അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്, ഇഹ്തറക ബൈതുക, അബൂദർദാ നിങ്ങളെ വീടിതാ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓടിച്ചെല്ലൂ. അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന് പറയാ, വീട് കത്തിക്കരിഞ്ഞ പോവുകയാണ്, ഓടിച്ചെല്ല്, പെട്ടെന്ന് ചെല്ല്. അബൂദർദാ റളിയല്ലാഹു അൻഹു, എന്റെ വീടോ? മഹ്തറക ബൈതി, എന്റെ വീട് അങ്ങനെ കത്തിക്കരിയാൻ ഒരു സാധ്യതയുമല്ല, എന്റെ വീടല്ലായിരിക്കും, നിങ്ങൾ പോയി ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. മറ്റൊരാള് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ അബൂദർദാ ഇഹ്തറക ബൈതുക്, നിങ്ങളുടെ വീട് കത്തിക്കരിയാൻ ഒരാൾ വന്ന് പറഞ്ഞില്ലേ, രണ്ടാമത്തെ ആളല്ലേ, ഞാനൊന്ന് പോയി നോക്കാൻ പാടില്ലേ? മഹ്തറക ബൈതി, നിങ്ങൾ വെറുതെ പറയല്ലേ, എന്റെ വീട് കരിയൂല. ആഡംബര സൗധങ്ങളുള്ള വീടല്ല, ഈത്തപ്പന ഓലയുടെ വീടാണ്, കരിയൂല എന്ന് അബൂദർദാ പറയുന്നത്. പാവപ്പെട്ട സ്വഹാബിയാണ്. മറ്റൊരാൾ വീണ്ടും വന്നു, മൂന്നാമത്തെ ആൾ വന്ന് പറഞ്ഞു, യാ അബൂദർദാ ഇഹ്തറക ബൈതുക, നിങ്ങളുടെ വീടതാ കത്തിക്കരിയുന്നുണ്ട്. അബൂദർദാ അപ്പോഴും പറഞ്ഞു, മഹ്തറക ബൈതി. അങ്ങനെ മൂന്നാമതും നാലാമതും അഞ്ചാമതും ആള് വന്നപ്പോ അഞ്ചാമത്തെ ആള് ചോദിച്ചു, അബൂദർദാ എന്തേ നിങ്ങൾ പറയുന്നത്, നിങ്ങളെ വീട് കരിയൂല എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാനദിരി അയ്യു കലാമിക അഅ്ജബു, അത്ഭുതമാണല്ലോ, അത്ഭുതമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി പറയുന്നു, അലിംതു അന്നല്ലാഹ ലം യകുൻ ലയഫ്അൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, റബ്ബ് അങ്ങനെ ചെയ്യൂല. ആരെയെന്നറിയോ? ذلك لكلمات سمعتهن من رسول الله, سمعتهن من رسول الله. ഹബീബായ തങ്ങളെ വായിന്ന് ഞാനൊരു വാക്ക് കേട്ടിട്ടുണ്ട്. ഒരാള് രാവിലെയും വൈകുന്നേരവുമായാൽ ഒരു ദിക്റങ്ങ് ചൊല്ലിയാൽ, ഏത് ദിക്റെന്നറിയോ? അല്ലാഹുമ്മ അന്ത റബ്ബി, ഇലാഹായ അല്ലാഹ് നീയാണ് എൻ്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ല അന്ത, നീയല്ലാതെ ഒരിലാഹില്ല, അലൈക തവക്കൽതു അന്ത റബ്ബുൽ അർശിൽ കരീം, മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഈ തുടങ്ങുന്നൊരു വലിയ ദിക്റാണ്. ആ ദിക്ർ രാവിലെ ഒരാൾ ചൊല്ലിയാൽ വൈകുന്നേരം വരെ അവനൊരു പോറലേൽക്കൂല. വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ അവനെ അല്ലാഹു കാത്തോളുമെന്ന് റസൂലുള്ള പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പ്രഭാതത്തിൽ ഞാനത് മുടക്കിയിട്ടില്ല. എന്റെ വീട് തകരൂല, എന്റെ വീട് കത്തൂല. അപ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത്, അബൂദർദാ നിങ്ങളെ വീടിന്റെ അടുത്ത് വരെ തീ വന്നുള്ളൂ, നിങ്ങളുടെ വീടെത്തിയപ്പോ തീ അണഞ്ഞു പോയി. അബൂദർദാ ഈമാനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്കെല്ലാം ഫലമേൽപ്പിച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്നെ കാത്തുകൊള്ളുമെന്നുള്ള അചഞ്ചലമായ ഈമാനുണ്ടല്ലോ. ഫലസ്തീനിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഈമാനുണ്ട്. അൽ വസൂഖു ബില്ലാഹ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൊന്നാര ഉമ്മാക്ക് അല്ലാഹു വഹി അറിയിക്കുന്നുണ്ട്. വഔഹൈനാ ഇലാ ഉമ്മി മൂസാ. മൂസാ നബി മുല കുടിക്കുന്ന കാലഘട്ടത്ത് ഫിർഔൻ ഓരോ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോ അല്ലാഹു വഹി അറിയിക്കുന്നുണ്ട്, ഉമ്മാ നിങ്ങളെ പൊന്നു കുഞ്ഞിനെ എടുത്ത് നൈനദിയിൽ ഒഴുക്കൂ ഉമ്മാ. അല്ലാഹുവാണ് പറയുന്നത്, ഇന്നാ റാദ്ദൂഹു ഇലൈഹി വജാഇലൂഹു മിനൽ മുർസലീൻ. നല്ല അമ്പിയാക്കൾപ്പെട്ട മുർസലീങ്ങളാക്കിയിട്ട് തിരിച്ചുമ്മാ നിങ്ങൾക്ക് തന്നെ തിരികെ തന്നേക്കാം. എടുത്തു വിട്ടു. അപ്പുറത്ത് കുടുംബക്കാരില്ല, സംരക്ഷിക്കാനാരില്ല, ഒഴുക്കി വിട്ടാ ചെന്ന് ചേരുന്നത് ഫിർഔന്റെ വായിലാണ്. കൊട്ടാരത്തിൽ അല്ലാഹു വളർത്തിയില്ലേ? എന്തേ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും റബ്ബായ അല്ലാഹുവാണ് എന്റെ കൂട്ടി എന്ന് പറയാനുള്ള വിശ്വാസം, ആ വിശ്വാസം ഉള്ളതോടുകൂടി അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച്, ആ ദീനനുസരിച്ച് ജീവിച്ചാൽ ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കൂല. അതല്ലേ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ കൊലയാളി ജൂതന്മാരെ കൊന്നു തള്ളിയപ്പോ, ഹോളോകാസ്റ്റ് എന്ന് പറയുന്ന തന്റെ ജയിലറയ്ക്കുള്ളിൽ വെച്ച് എല്ലാവരെയും പുഴുങ്ങുമ്പോ, ഇങ്ങനെ അടിയിന്ന് കത്തിച്ചിട്ട് 4 ഭാഗത്തിനുമുള്ള ഹോളോകാസ്റ്റിന്റെ ഉള്ളിൽ ജൂതന്മാരെ കൊല്ലുമ്പോ, ഓരോ
ജൂതന്മാരെ കൊന്നു കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നിട്ട് കുറച്ചു പേരെ ബാക്കിയാക്കി. എന്തിനാണ് ഞാൻ യുദ്ധങ്ങളെ കൊന്നെന്ന് പിൽക്കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞെങ്കിൽ, അള്ളാഹുൽ വിശ്വാസമില്ലാത്ത, റബ്ബിൽ വിശ്വാസമില്ലാത്ത, ഇലായ റബ്ബിൽ ഒരു വിശ്വാസവുമില്ലാത്ത അവർ ആ ഹോളോകാസ്റ്റിന്റെ ഭിത്തിയുടെ ഉള്ളിൽ എഴുതി വെച്ചു എന്നാണ്, ഇഫ് there is a God, ഒരു ദൈവമുണ്ടെങ്കിൽ he will have to beg my forgiveness. ആ റബ്ബായ ആ പടച്ചവൻ ഞങ്ങളോട് മാപ്പ് ചോദിക്കും. അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. അറിച്ചും മുറുത്തും കൊന്നപ്പോ സ്വന്തം കയ്യും കാലം അറ്റിട്ട് ഫലസ്തീന്റെ ആശുപത്രിയുടെ ഉള്ളിൽ എല്ലാം നഷ്ടപ്പെട്ട് വെന്തുരുകിയിട്ട് തലയും ഉടലും മാത്രമുള്ള കുഞ്ഞിന്റെ വായിന്നും വരുന്നത് ഹസ്ബുനല്ലാഹ്, അല്ലാഹുവേ നീ ഉണ്ട് ഞങ്ങൾക്കെന്നാണ്. ഒരിക്കലും ഒരൊറ്റ കുഞ്ഞു പോലും അല്ലാഹ് ഞങ്ങളെ കൈവിട്ടല്ലോ. ചുറ്റുമുള്ള രാജ്യക്കാരൊക്കെ പറഞ്ഞു ഫലസ്തീനെ റബ്ബ് കൈവിട്ടു. പലരും പറഞ്ഞു ദുആ ചെയ്തിട്ടൊരു കാര്യമില്ല മുസ്ലിയാർ എന്നവർ എന്നോട് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമില്ല, കാര്യം ഉണ്ടെന്ന് തിരിഞ്ഞു തുടങ്ങിയപ്പോ അതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്ന അചഞ്ചലനായ പടച്ചവൻ, വിശുദ്ധമായ ഖുർആനിൽ പലപ്പോഴും നമ്മൾ ഓതി വെച്ചിട്ടുണ്ട്, റബ്ബ് ഒന്നും കാണാതിരിക്കൂല, അള്ളാഹു ഒന്നും കണ്ണടച്ച് കളയുന്നവനല്ല, മുത്തുനബിതങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടല്ലാതെ ഈ ലോകം അവസാനിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം ഒന്ന്, ഈമാനോടുകൂടി ജീവിക്കും മനുഷ്യരെ, അള്ളാഹുലേക്ക് മടങ്ങ്, 5 വഖത്ത് പള്ളിയിൽ വാ, സത്യം പറയ്, പലിശ മേടിക്കല്ലേ, ആരെയും ആക്രമിക്കല്ലേ, ആരെയും പറ്റിക്കരുത്. കുറച്ചേ നമ്മുടെ ജീവിതം ഉള്ളൂ. ചിലപ്പോൾ ആരെങ്കിലും കൊന്നുകളയും, ചിലപ്പോൾ സമാധാനത്തോടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാം, ചിലപ്പോൾ രോഗം വന്ന് മരിക്കാം. പല രീതിയിലാണ് എൻ്റെ നിങ്ങളുടെ ജീവിതം. നമ്മൾ ഇത്രയും പേരുണ്ട്, എല്ലാവർക്കും ഒരുപോലെ സമാധാനം കിട്ടൂല, പലർക്കും പല ടെൻഷനാ. ഒന്നേ ഉള്ളൂ, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക, പടച്ചോനിലേക്ക് മടങ്ങ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് യുദ്ധങ്ങളൊക്കെ അവസാനിക്കാൻ വേണ്ടിയും സമാധാനത്തോടു കൂടി ലോകം മുഴുവനും ജീവിക്കാൻ വേണ്ടി നമുക്കൊക്കെ ദുആ ചെയ്യാം. അള്ളാഹു എല്ലാം ഖൈറിലും സന്തോഷത്തിലും ആക്കി തരുമാറാവട്ടെ. ദുആ ചെയ്യാനായിട്ട്